ഒരു പറ ചോറുണ്ണാൻ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. നമ്മളിതിപ്പോൾ ഞാൻ ദോശക്കല്ലെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒരു 10-12 വറ്റൽ മുളക് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു ദോശക്കല്ലിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി നല്ലോണം അതൊരു ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അത് ശരിക്കും കറുപ്പ് കളറായിട്ടൊക്കെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഒരു 7-8 ചെറിയുള്ളിയും അതുപോലെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തെ പുളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ ചമ്മന്തി നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് അല്ലാണ്ട് പുറത്ത് വെക്കുകയാണെങ്കിലും ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ദോശയ്ക്കും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ.